വാർത്തകളിലേക്ക് വിശദമായി പോകാം. ആദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇല്ലത്തുത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് നൽകാനുള്ള സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. യാത്ര വൈകിട്ട് തൊടുപുഴയിലെത്തും. വിവരങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, ഏത് രീതിയിലാണ് ഘോഷയാത്ര പുരോഗമിക്കുന്നത്? ഇപ്പോൾ എവിടെ എത്തി? ലിബീഷ്, ഈ ഘോഷയാത്ര ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് നൽകാനുള്ള സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതായത് ആദ്യ ജില്ല പൂർത്തീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ കഴിഞ്ഞ വർഷത്തെ ആതിഥേയരായ കോഴിക്കോട് ജില്ലയായിരുന്നു. അതിനുശേഷം ഈ സ്വർണ്ണക്കപ്പ് കഴിഞ്ഞ ഒരു വർഷമായി കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ട്രഷറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ട്രഷറിയിൽ നിന്നും ഈ സ്വർണ്ണക്കപ്പ് വലിയ പോലീസ് സന്നാഹത്തിൽ പുറത്തെടുത്തു. അത് കഴിഞ്ഞ് നേരെ തൊട്ടപ്പുറത്തുള്ള മാനാഞ്ചിറയിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തേക്ക് ഈ സ്വർണ്ണക്കപ്പ് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഘോഷയാത്രയായി ഈ സ്വർണ്ണക്കപ്പ് രാവിലെ 8:30 പുറപ്പെട്ടത്. കോഴിക്കോട് മേയർ ഡോക്ടർ M. ബീന ഫിലിപ്പ്, അത് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള ഗിരീഷിന് ഈ സ്വർണ്ണക്കപ്പ് കൈമാറി. അതിനുശേഷമാണ് ഈ യാത്ര തുടങ്ങിയത്. വലിയ പോലീസിന്റെ അകമ്പടിയുണ്ട്. ഒപ്പം തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, കൂടാതെ ജൂനിയർ റെഡ് ക്രോസ് വളണ്ടിയർമാർ അടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ ഈ ഒരു സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി ഈ കലോത്സവ മത്സരവേദിയിലേക്ക് എത്തിക്കുന്നത്. ലിബീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് ഇത് തൊടുപുഴയിലെത്തും. തൊടുപുഴയിൽ നിന്നും നാളെ രാവിലെ വീണ്ടും ഈ സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര പുനരാരംഭിക്കും. അത് കഴിഞ്ഞ് നാളെ വൈകിട്ട് കൊല്ലത്തെ കലോത്സവ മത്സരവേദിയിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്തും. അതിനുശേഷം 4-ന് ഈ കലോത്സവത്തിന് കേളികൊട്ടുയരും എന്നുള്ളതാണ്. ആ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഈ പിന്നീടുള്ള 5 ദിവസങ്ങൾ ജനുവരി 8 വരെയുള്ള ദിവസങ്ങൾ ആരായിരിക്കും ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയി? ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേള, അതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നത്. ആ മേളയിൽ ആരായിരിക്കും ഇത്തവണത്തെ വിജയി എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ഈ നിലവിലെ ജേതാക്കളായ കോഴിക്കോട് തന്നെ കപ്പ് നിലനിർത്തുമോ, അതല്ല ആതിഥേയരായ കൊല്ലം ഉൾപ്പെടെയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മറ്റ് 13 ജില്ലകളിൽ ഏതെങ്കിലും ഒന്ന് ഇത്തവണത്തെ കപ്പ് കൊണ്ടുപോകുമോ എന്നറിയാനുള്ളൊരു കാത്തിരിപ്പാണ്. ഏവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ്. 8-ാം തീയതി നമ്മുടെ എല്ലാം മലയാളത്തിന്റെ അഭിമാനമായ നടൻ പത്മശ്രീ മമ്മൂട്ടി ഈ ഒരു സ്വർണ്ണക്കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആരായിരിക്കും ഏറ്റുവാങ്ങുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് നമ്മളും ഉള്ളത്. ലിബീഷ്, റിയാസും ഈ കലോത്സവ റിപ്പോർട്ടിംഗ് ടീമിലുള്ളതാണ്. ഈ കുറച്ച് ഗൗരവമൊക്കെ വിടാം. ഈ ഘോഷയാത്രക്കൊപ്പം റിയാസും കൊല്ലത്തേക്ക് വരുന്നുണ്ടോ? എന്തായാലും ഞാൻ ഈ സ്വർണ്ണക്കപ്പിന്റെ കൂടി ഇല്ല. നാളെയാണ് കൊല്ലത്തേക്ക് ഞാൻ പുറപ്പെടുന്നത്. സ്വർണ്ണക്കപ്പ് അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഞാൻ കൊല്ലത്തെത്തുക. അതിലുപരി നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ വലിയൊരു ടീം തന്നെ, കലോത്സവ ടീം തന്നെ സജ്ജമായി കൊല്ലത്തുണ്ട്. നിലവിൽ തന്നെ കൊല്ലത്തു നിന്നുള്ള വിശേഷങ്ങൾ, നമുക്ക് കലോത്സവ വിശേഷങ്ങൾ അറിയാൻ കേരള വിഷൻ ന്യൂസിന്റെ ടീം അവിടെ സജ്ജമാണ്. അതിനു പുറമെ നമ്മളടക്കം, ഞാനടക്കമുള്ള വലിയൊരു ടീം അവിടെ നാളെ എത്തും. നാളെ എത്തിയതിനു ശേഷം മറ്റന്നാൾ ഈ കലോത്സവത്തിന് തിരിതെളിയുന്ന ദിവസം മുതൽ ഈ കലോത്സവത്തിന്റെ തനിമോട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കേരള വിഷൻ ന്യൂസിന്റെ ടീം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. കലോത്സവത്തിന്റെ വിശേഷങ്ങൾ, അതിനപ്പുറം മത്സരാർത്ഥികളുടെ വിശേഷങ്ങൾ, അതിനും അപ്പുറത്തുള്ള ചില വിശേഷങ്ങൾ കൂടി ഇത്തവണ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് മുൻപിൽ തത്സമയം എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങളുടെ ടീമിന് വേണ്ടി ഞങ്ങൾ നൽകുകയാണ്. എന്തായാലും അതിന് പിന്തുണയുമായി ലിബീഷ് അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരും ഉണ്ടാകുമെന്നൊരു പ്രത്യാശ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരാഗ്രഹം ഞാൻ നേരത്തെ പറയുന്നുണ്ട്. ഇത്തവണത്തെ കപ്പ് കോഴിക്കോടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൂടിയും മറ്റ് ആരാണോ മികച്ച രീതിയിൽ ഇത്തവണ മാറ്റുരയ്ക്കുന്നത് ആ ജില്ലയ്ക്ക് കപ്പ് കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. എന്തായാലും ആ വിശേഷങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ എൻ്റെ മനസ്സിലുമുണ്ട്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമുക്കതിനായി കാത്തിരിക്കാം. ലിബീഷ്, റിയാസിലും ആ ആവേശം പ്രകടമാണ്. എന്തായാലും അധികം ചുറ്റിത്തിരിയാതെ വൈകാതെ കൊല്ലത്തേക്ക് പോകുന്നുള്ളൂ. റിയാസ്, മറ്റു വിശേഷങ്ങൾ കൂടി നോക്കാം. കൊല്ലത്ത് നടക്കുന്ന